بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 111 ഇംഗ്ലീഷ് പഠന ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത്. ടെൻസ് ആണ് എടുക്കുക എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ടെൻസിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കാൻ സബ്ജക്റ്റ് പ്ലസ് വർബ്, എസ് ചേർത്തിട്ടും ചേർക്കാതെയും. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വർബിൽ എസ് ചേർക്കണ്ട. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വർബിൽ എസ് ചേർക്കണം. വർബിൻ്റെ അവസാനത്തിൽ ഒരു എസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉദാഹരണത്തിനായിട്ട് ഉപയോഗിച്ച വർബ് റൈറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഹീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, അവൾ എഴുതുന്നു, അവൻ എഴുതുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദേ റൈറ്റ്, വി റൈറ്റ്. ഇന്ന് നമ്മൾ വേറൊരു വർബാണ് ഉപയോഗിക്കുന്നത്, സ്പീക്ക് എന്നുള്ളത്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. വി സ്പീക്ക് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഐക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഐക്ക് ബഹുവചനത്തിൻ്റെ സ്ഥാനം. ബഹുവചനം എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചത്, ദേ, വി എന്നുള്ളത് എങ്ങനെയാണോ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ഐ ഉപയോഗിക്കുക. ഐ സിംഗുലറാണ്, പക്ഷേ സിംഗുലറിൻ്റെ സ്ഥാനമല്ല, അതിന് പ്ലൂറലിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഐ സ്പീക്ക് ഇംഗ്ലീഷ്, വി സ്പീക്ക് ഇംഗ്ലീഷ്, ദേ സ്പീക്ക് ഇംഗ്ലീഷ്, യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നിങ്ങനെ പറയാം. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയും? സംസാരിക്കുന്നില്ല എന്നുള്ളത് ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ദേ ഡോണ്ട് എന്ന് പറയും. ഡു നോട്ട് എന്നാണത്, ഡോണ്ട് എന്ന് പറയും. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ദേ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് പൂർണ്ണമായിട്ട് പറയുന്നത്. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഷീ പിന്നെ പ്ലൂറലാണ് ഇപ്പോൾ പറയുന്നത്. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് എന്ന് പറയും, സ്റ്റുഡൻസ് ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ പ്ലൂറലാകുമ്പോൾ ഓക്സിലറി വെർബ് പ്ലൂറലിന് ഉപയോഗിക്കുന്നത് ഡു ആണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിൻ്റെ സിംഗുലർ ഡസ് ആണ്. സിംഗുലറിന് വേണ്ടി നമ്മൾ ഡസ് ഉപയോഗിക്കും. ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഷീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഷീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി ഒരാളുടെ പേര് പറഞ്ഞിട്ട് മൈ സൺ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, എൻ്റെ മോൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. മൈ ഡോട്ടർ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ അതൊക്കെ ഒരു സിംഗുലറാണ്. പ്ലൂറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങൾ പറഞ്ഞു. യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, നീ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, സംസാരിക്കുന്നില്ല, അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4 വിധത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 വിധത്തിലെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു, സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നുവോ, സംസാരിക്കുന്നില്ലേ, ഇങ്ങനെ. അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്.
ആണ് ഇനി രണ്ടെണ്ണം ഉള്ളത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നോ? അതിൻ്റെ നെഗറ്റീവ് ഡോണ്ട് ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. ഇനി ഡു വി സ്പീക്ക് ഇംഗ്ലീഷ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും. ഡസ് നോട്ട് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നോ? ഡസ് നോട്ട് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. ഡസിൻറ്റ് എന്ന് പറയാം, ഡസിൻറ്റ്. അപ്പോൾ ഡു ആദ്യത്തിൽ വയ്ക്കുക. ഓക്സിലറി വെർബാണ് ഡു ഡസ് എന്നൊക്കെ പറയുന്നത്. അത് നെഗറ്റീവിൽ ഉപയോഗിക്കും ഡസ് നോട്ട്. നെഗറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന, പോസിറ്റീവിൽ മാത്രമേ ഉപയോഗിക്കാത്തുള്ളൂ. മറ്റേ നെഗറ്റീവ് സെൻറ്റൻസിൽ ഡസ് നോട്ട് പറയാം. പിന്നെ ഇൻട്രോഗേറ്റീവിൽ ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഡസും ഡൂയും വെച്ചിട്ട് പിന്നെയാണ് സബ്ജക്റ്റ് വെക്കേണ്ടത്. പിന്നെ ഡസിൻറ്റ്, ഡസിൻറ്റ് സംസാരിക്കുന്നോ, ഡസിൻറ്റ് സംസാരിക്കുന്നോ, സംസാരിക്കുന്നില്ലേ. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ സംസാരിക്കുന്നു. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നിങ്ങനെയാണ് പറയേണ്ടത്. ഒന്നും കൂടിയും ഞാൻ വിശദമായിട്ട് ഇനി പറയാം. പോസിറ്റീവ്, ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്, വി സ്പീക്ക് ഇംഗ്ലീഷ്, he speaks English, എസ് ചേർത്തിട്ടാ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്, ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഐ സിംഗുലർ ആണെങ്കിലും പ്ലൂറലിൻ്റെ സ്ഥാനമാണ് ഈ സിമ്പിൾ പ്രസൻറ്റൻസിൽ അതിന് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ പറയാം. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. പിന്നെ ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഷീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ നെഗറ്റീവുമായി. ഇനി ഇൻട്രോഗേറ്റീവിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന്. ഇനി ഡസ് നോട്ട് വെച്ചിട്ടാണ് ആദ്യം പറയേണ്ടത്. ഡസ് നോട്ട്, ഡസിൻറ്റ്, ഡസിൻറ്റ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. ഡസിൻറ്റ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. ഡോണ്ട് ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ. അങ്ങനെ അപ്പോൾ 4 നിലക്കുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ ഇൻട്രോഗേറ്റീവ്, പിന്നെ ഇൻട്രോഗേറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. അതായത് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത്. അതിൽ പോസിറ്റീവും നെഗറ്റീവും. മറ്റേ സെൻറ്റൻസ് അഫർമേറ്റീവിൽ പോസിറ്റീവും നെഗറ്റീവും. ഇങ്ങനെ 4 തരം സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 4 തരം സെൻറ്റൻസുകളും നിങ്ങൾക്ക് സ്വയം ഇനി ഉണ്ടാക്കാനോ സംസാരിക്കുവാനോ പറ്റണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇത് 4 പിന്നെ സിമ്പിൾ സെൻറ്റൻസ് ഇതിൽ 4 തരം സെൻറ്റൻസുകളും നമ്മൾ പറഞ്ഞു. അതിൻ്റെ സിംഗുലർ ഫോം, പ്ലൂരൽ ഫോം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഈ സെൻറ്റൻസുകൾ, ഇത്രയും സെൻറ്റൻസുകൾ
നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ സംസാരിക്കുന്നോ, ഞാൻ സംസാരിക്കുന്നില്ലേ എന്നുള്ള 4 തരം സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതെല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. അന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും എടുക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ്. കണ്ടിന്യൂസ് എന്നും പ്രോഗ്രസീവ് എന്നും പറയും കണ്ടിന്യൂസ് ടെൻസിന്. അതായിരിക്കും എടുക്കുക. അത് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.